നമസ്കാരം. ദുബായിലെ ബുർജ് അൽ അറബ് ഹോട്ടലിൽ ഇറാനിയൻ മിസൈൽ പതിച്ചിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടൽ കത്തിച്ചതായി പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. നഗരത്തിലെ പ്രശസ്തമായ ആഡംബര ഹോട്ടലിൽ തീപിടുത്തത്തിന് കാരണം തടഞ്ഞു നിർത്തപ്പെട്ട ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണെന്ന് ദുബായ് അധികൃതർ പറഞ്ഞിരുന്നു. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ഭയാനകമായ സൈനിക നീക്കങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ശനിയാഴ്ച രാവിലെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെയാകെ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. അമേരിക്കൻ വ്യോമാക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലുടനീളം ഇറാൻ ശക്തമായ പ്രതികാര ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ദുബായിലെ വിശ്വപ്രസിദ്ധമായ പാം ജുമേറ ഹോട്ടലിന് പിന്നാലെ ബഹ്റൈനിലെ ഒരു പാർപ്പിട സമുച്ചയത്തിലും ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ പതിച്ചു. ബഹ്റൈനിലെ പല ജനവാസ കെട്ടിടങ്ങൾക്കും നേരെ ഇറാന്റെ ആക്രമണമുണ്ടായതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനാമയിലെ ഇറാവ്യൂ ടവറിന് നേരെ നടന്ന ആത്മഹത്യാ ഡ്രോൺ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ ഈ സ്ഥിരീകരണം. മനാമയിലെ നിരവധി ജനവാസ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത്. സിവിൽ ഡിഫൻസ് വിഭാഗം ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഏറെ താമസിക്കുന്ന മേഖലയിലെ ആഡംബര കെട്ടിടങ്ങൾ ഡ്രോൺ ആക്രമണത്തിൽ കത്തിയമരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. മനാമയിലുള്ള ആഡംബര അപ്പാർട്ട്മെന്റായ ഇറാവ്യൂ ടവറാണ് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ കെട്ടിടത്തിന് മുകളിൽ വലിയ തീഗോളം ഉയരുന്നതും അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്നതും വീഡിയോകളിൽ കാണാം. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഇറാന്റെ ഷാഹേദ് 136 കാമിക്കാസെ ഡ്രോൺ പതിച്ചതായി ദൃക്സാക്ഷി വിവരണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നു. നഗരത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UAE വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ വിജയകരമായി തടഞ്ഞുവെന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ബുർജ് ഖലീഫയ്ക്ക് നേരെ മിസൈൽ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വലിയൊരു ആക്രമണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് അധികൃതർ ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. ദുബായ് സിറ്റി വാക്കിന് സമീപം പുക ഉയരുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈൽ അവശിഷ്ടമാണോ, തകർക്കപ്പെട്ട ഡ്രോണാണോ, അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ ഈ സ്ഫോടനത്തിന് കാരണമായതെന്ന് UAE അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ പാം ജുമേറയിലെ ഫെയർമോണ്ട് ഹോട്ടലിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് തൊട്ടടുത്തായി ഇറാന്റെ ഷാഹേദ് 136 പതിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ഡ്രോൺ തകർക്കപ്പെട്ടതാണെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ നഗരമധ്യത്തിൽ പതിച്ചു. പാം ജുമേറയിലെ വലിയ ആഘാതം ജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. ദുബായിലെ ആഡംബര കേന്ദ്രമായ പാം ജുമേറയിലെ ഫെയർമോണ്ട് ഹോട്ടലിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട ഈ മേഖലയിൽ സ്ഫോടനങ്ങൾ കേട്ടത് നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊല്ലപ്പെട്ടതായി ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെഹ്റാനിലെ ഖമേനിയുടെ വസതി തകർക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെയില്ല. ഖത്തറിലെ US സൈനിക താവളങ്ങളിലും അബുദാബി, കുവൈറ്റ്, ജോർദാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലും ഇറാൻ മിസൈൽ വർഷം നടത്തി.